ചേട്ടാ ഈ പൈനിയർ പ്ലാസ നേരെ പോയി ലെഫ്റ്റ്. 6th grade 6ാം ക്ലാസ്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് മൊമെന്റ്. നിന്റെ ഓരോ ചുവടും ശ്രദ്ധയോടെ തൊലഞ്ഞു ഉപദേശി കേട്ടി വിറാജ്. മനു രാഘവ്, നീ ഹോംവർക്ക് ചെയ്തില്ല അല്ലേ? പറ. സോറി ശക്തിമാൻ പറ. സോറി ശക്തിമാൻ. അല്ല, a²+2ab+b². നീ കൈവിരൽ വായിലിടരുത്. വിരലിലെ കീടാണൂസ് വായിൽ കൂടെ വയറ്റിൽ ചെന്നെത്തും. വയറുവേദന ഉണ്ടാവും. പിന്നെ ലൈഫ് ലൈഫ് ഒരു 5th grade മാറും. മനു രാഘവ്, നീ ഇവളെയാണോ പ്രേമിക്കുന്നത്? I feel so sorry for you, man. Success doesn't come easy. You have to go behind it. I can't believe this. കുഴപ്പമില്ല, വൈകിട്ട് വീട്ടിൽ വാ. I'll teach you. ഇതാണ് നിന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവ്. ഇതിനെ ബേസ് ചെയ്തിരിക്കും നിന്റെ അങ്ങോട്ടുള്ള ജീവിതം. ഓരോ സ്റ്റെപ്പും വളരെ ദൃഢനിഷ്ഠയോടെ. അണ്ടർസ്റ്റാൻഡിങ് മീ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എന്താണോ തനിക്ക് കണ്ണുണ്ടൂടെ? താങ്ക് യു. സോറി. അതിന് അലമാരയിലാണ്. സർ, വൺസ് മോർ പ്ലീസ്. ഓക്കെ. അതിന് അലമാരയിലാണോ ഇതൊക്കെ മായ, കുറച്ചുകൂടെ ഒന്ന് സ്പീഡാക്കാം. അതിന് അലമാരയിലാണോ ഇതൊക്കെ വെക്കുന്നത്? വൺസ് മോർ. അതിന് അലമാരയിലാണോ ഇതൊക്കെ വെക്കുക? മായ ടയർഡാണോ? കുറച്ച്. നല്ല ഹാങ് ഓവർ ഉണ്ടല്ലോ. എനിക്കും ഒരു സിഗരറ്റ് വലിച്ചിട്ട് വന്നാലോ സാർ? ഓക്കെ, ടേക്ക് എ ബ്രേക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങാം. ഓക്കെ സർ. പിന്നെ പച്ച മലയാളം സംസാരിക്കുന്ന നായികമാർ ഇവിടെ ഉണ്ടായിട്ട് പിന്നെ എന്തിനാ സാർ അന്യഭാഷ സംസാരിക്കുന്ന നടിമാരെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ അക്രമം കാണിക്കുന്നേ? നമുക്ക് ലുക്സ് വേണ്ടേ? അതിവിടെ കിട്ടില്ലല്ലോ. മായക്കാണെങ്കിൽ മിനിമം ശബ്ദമെങ്കിലും ഉണ്ട്. അതെന്താ മിനിമം ശബ്ദം? ഒന്നുമില്ലേ, ബ്രേക്ക് കഴിഞ്ഞിട്ട് തുടങ്ങാം. വിട്ടോ മച്ചാനെ. കണ്ണടി വെച്ചിട്ട് ഇറങ്ങിക്കോളും. അതെ, ആ മിലിറ്ററി സണ്ണിയുടെ കോട്ട തീർന്നു. ഇത് വേറൊരു നേവിക്കാരുടെ അവനാണെങ്കിൽ ഒടുക്കത്ത ജാടയും കാശും കൂടുതലാ. 1-ാം തീയതി അല്ലടാ, പിന്നെ ന്യൂ ഇയറും എല്ലാ ഞാഞ്ഞൂളും തല പൊക്കും. ആ കള്ളുടിയന്മാർക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. താറാമ്പട്ടിരിപ്പുണ്ടോ? പിന്നെ 2 ഓംലെറ്റ് അടിക്കും. ഓ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിക്കണം. ഒരു സൈഡ് മറിച്ചിട്ടാ മതി. ഉപ്പും കുരുമുളകും ബട്ടറും മാത്രം. ഓക്കെ. പിന്നെ ഒരു കീറ് മുളക് കൂടി വെച്ചോ. ഇതൊക്കെ എന്നും പറയണോ എന്റെ സാറേ? ഹലോ, ആരാ? ആ മനു, പറ. വടിയെത്തി, അടി തുടങ്ങാൻ പോണേ ഉള്ളൂ. ഇന്റർവ്യൂ എന്താടാ? മുടുക്ക, നല്ല കാര്യം. വേമ്പ അവിടെ എന്തായി?
ഹലോ ചേട്ടാ തട്ടിൽ കുട്ടി ദോശയില്ലേ അതൊരു 6 അയക്കണേ. എങ്ങനെ? പിന്നെ നിങ്ങളുടെ ഗാർലിക് ചട്നിയും. എന്റെയോ? ദോശ നന്നായി മൊരിയണം. പിന്നെ ചമ്മന്തിപ്പൊടിയും. ലേറ്റ് ആവരുതേ. അഡ്രസ് എഴുതിക്കോ. തോപ്പിൽ ഹൗസ്, പാളയം. ഓക്കെ? ടോപ്പ്. ബാബേ, ഇതെന്താ ഈ തട്ടില് കുട്ടി ദോശ? എന്ത് വരിക്കാശ്ശേരി വരെ കിട്ടില്ലെന്നോ? നടക്കില്ല, ഷൂട്ടിംഗ് നടക്കില്ല. ഒന്ന് ഹോൾഡ് ചെയ്യണേ. മായ ഒരു ബർഗർ കഴിക്കുന്നു. വേണ്ട സർ, ഞാൻ ദോശ പറഞ്ഞിട്ടുണ്ട്. ഓ, ദോശയാണോ മായയുടെ ശബ്ദത്തിന്റെ രഹസ്യം? ഹലോ, ഈ വരിക്കാശ്ശേരി മന നമുക്ക് സെറ്റ് ഇട്ടാലോ? വാവാ, ക്ഷീണം കാണും. ഇന്റർവ്യൂ തുറച്ചതല്ലേ? ഓ ഇത് പോയാ വേറൊന്ന്. നീ അടിക്കണല്ലേ? ഈ കൂതർ റമ്മല്ലേ എനിക്ക് വേണ്ട. എന്താടാ റമ്മിനോട് എത്ര പുച്ഛം? അരമണിക്കൂറായി ദോശ ഓർഡർ ചെയ്തിട്ട് വിശന്നിട്ടാടോ വിളിക്കുന്നത്? ഇത് നിങ്ങളുടെ സ്ഥിരം പരിപാടിയല്ലേ? തന്നില്ലെങ്കിൽ നീ എന്നെ എന്താ മൂക്കി കയറ്റുവോ? ഹലോ, എക്സ്ക്യൂസ് മീ. നമ്പർ നോക്കി വിളിക്കടി കച്ചറേ. താൻ എന്നെ കളിയാക്ക വരുന്നോ? അതെ. ഒരു ഫോൺ മേടിക്കാനും അത് ചെകിട്ടിൽ വെച്ച് നടക്കാനും തന്നെ പോലെ ഏത് കൊശവനും പറ്റും. നിർത്തടി, നിനക്ക് അറിയില്ല ഞാൻ ആരാന്ന്? എനിക്കറിയാം നീ ആരാണെന്ന്. ആണാണെന്നും പറഞ്ഞ് മീശയും താടിയും വെച്ച് നടക്കുന്ന ജന്തു. കളിക്കല്ലേ, കളിച്ചാ ഞാൻ തീറ്റിക്കേ പുളിമാങ്ങ കാണണ എനക്ക്. തന്നെ പോലുള്ള പരനാറികൾക്കൊരു വിചാരമുണ്ട് ഏത് പെണ്ണിനെയും പുളിമാങ്ങ തീറ്റിക്കാവുന്ന്. ആ മാങ്ങ താൻ ഉപ്പിലിട്ട് വെക്കേ, തന്റെ 16 വിളമ്പ തിണ്ടി. എടി പുന്നാര മോളെ, 16 അമ്മൂമ്മട പോടാ മരപ്പട്ടി. പൊടി കരിങ്കളി വെച്ചിട്ട് പോതെ പുല്ല. എന്താ പ്രശ്നം? ആരാ ഫോണില്? ഹോട്ടലാണെന്ന് കരുതി വീട്ടിലേക്ക് വിളിച്ചേതോ ഹതഭാഗ്യായ പെണ്ണ്. ഇത് എന്റെ അപ്പനെ എന്നെ കൊണ്ട് തിരിച്ചു കൊടുത്തേക്ക്. ഇതില്ലായിരുന്ന കാലത്ത് എനിക്കൊരു ശല്യം ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പെണ്ണിനെ മരപ്പട്ടിന്ന് വിളിച്ചു. റോങ് നമ്പർ ആണെന്ന് ആദ്യം പറയാറുന്നല്ലോ. പ്രശ്നം ഈ ഫോണിന്റെ ആ പെണ്ണിന്റെ ഒന്നും അല്ല. നിങ്ങൾക്ക് പെണ്ണുങ്ങളോട് സംസാരിക്കാൻ അറിയില്ല. അതെ, അറിയില്ല. ആ, അത് മനസ്സിലായെങ്കിൽ വിളിച്ച് സോറി പറയാറുന്നല്ലേ? ആര്? ഞാനാ? എന്റെ പട്ടി പറയും. ഹലോ, ദോശ ദോശ കഴിക്കണല്ലേ? ഓടാ പട്ടി. അയ്യേ, ചപ്പാത്തി മാവില് പഴോ? സോഫ്റ്റ് ആവാനാടി പോത്തെ. നോക്ക്. ആരോ കാര്യമായിട്ട് മാപ്പിരക്കുന്നുണ്ടല്ലോ. ആരാ? പേരില്ല. ലാസ്റ്റ് നമ്പർ 706. ആ ദോശത്തിണ്ടി ആയിരിക്കും. ഞാനിത് പ്രതീക്ഷിച്ചു. ഓ, ചേച്ചി കരിങ്കാളിന്ന് വിളിച്ച പുള്ളി. ഒരു സോറി തിരിച്ചയക്കട്ടെ. എന്തിന്? അല്ല, നമ്മുടെ ഭാഗത്തും തെറ്റുണ്ടല്ലോ. എടി, ഇതൊക്കെ ഇവന്മാരുടെ സ്ഥിര നമ്പറല്ലേ. ആദ്യം മിസ് കോൾ, പിന്നെ SMS. നമ്മളെങ്ങാനും സംസാരിക്കാൻ തുടങ്ങിയ 3ന്റെ അന്ന് ചോദിക്കും, ഹലോ, ഇപ്പൊ ഏത് ഡ്രസ്സായിട്ടിരിക്കുന്ന ഡാർലിംഗ്? പക്ഷെ എനിക്ക് തോന്നുന്നു ഇയാള് ഡീസന്റ് ആണ്. ഉറങ്ങുമ്പോഴായിരിക്കും. അല്ല, കാരണം ചേച്ചിയാണല്ലോ നമ്പർ മാറി വിളിച്ചത്. അതയാൾക്ക് പറയാൻ പാടില്ലേ? സാധാരണ വിളിച്ചാൽ തന്നെ ചേച്ചി വൺ സൈഡാ. ഇങ്ങോട്ടൊന്നും പറയാൻ സമ്മതിക്കാറില്ല. അത് തന്നെ ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവും. ഇനി വിളിച്ചിട്ട് അവൻ വല്ല നമ്പറും ഇട്ടെന്ന് തന്നെ ഇരിക്കട്ടെ. അത് ഡീൽ ചെയ്യാൻ ചേച്ചിക്കറിയില്ലേ? ഇങ്ങോട്ട് സോറി പറഞ്ഞ നിലയ്ക്ക്